പ്രഭാസിന്റെ പുതിയ ചിത്രം രാജാ സാബിന്റെ ടീസർ പുറത്ത്. ഹൈദരാബാദ് വെച്ചാണ് ഹൊറർ ഫാന്റസി ചിത്രത്തിന്റെ ഗ്രാൻഡ് ടീസർ ലോഞ്ച് നടന്നത്. മാരുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം ഡിസംബർ 5-ന് ആഗോളതലത്തിൽ തിയേറ്ററുകളിലെത്തും. മാളവിക മോഹനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ കൊറിയൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക്. കൊറിയയിലെ ബച്ചൂൺ ഇന്റർനാഷണൽ ഫാന്റാസ്റ്റിക് ഫിലിം ഫെസ്റ്റിവലിലാണ് മാർക്കോയുടെ ഇന്റർനാഷണൽ പ്രീമിയർ. തിയേറ്ററുകളിൽ 100 ദിനം പിന്നിട്ട ചിത്രം നേരത്തെ തന്നെ 100 കോടി ക്ലബിൽ കയറിയിരുന്നു. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലാണ് ചിത്രം ആഗോള റിലീസിനെത്തിയത്. നവരസ ഫിലിംസിന്റെയും ലക്ഷ്മിനാഥ് ക്രിയേഷൻസിന്റെയും ബാനറിൽ ശ്രീജിത്ത്, സുധീഷ്, ബ്ലസി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. ഗണപതിയും സാഗർ സൂര്യയും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും എറണാകുളത്ത് നടന്നു. സംവിധായകൻ ലാൽ ജോസ് ആണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. വിജേഷ് പാണത്തൂരാണ് ചിത്രത്തിന്റെ സംവിധാനം. 2018-ൽ പുറത്തിറങ്ങിയ റൊമാന്റിക് ഡ്രാമ 96ന്റെ 2ാം ഭാഗം ഉടനെന്ന സംവിധായകൻ സി പ്രേംകുമാർ. ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തിയായെന്ന് അദ്ദേഹം അറിയിച്ചു. ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കൾ തന്നെയാകും 2ാം ഭാഗത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക എന്നും പ്രേംകുമാർ വ്യക്തമാക്കി. നടൻ ധനുഷിനെ നായകനാക്കി ശേഖർ കമൂൽ സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യ ചിത്രം കുബേരയുടെ ട്രെയിലർ പുറത്ത്. പ്രണയം, ആക്ഷൻ, ഡ്രാമ, പ്രതികാരം എന്നിവയെല്ലാം ഉൾപ്പെടുത്തി അതീവ വൈകാരികമായ കഥാസന്ദർഭങ്ങളിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നതെന്നാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നത്. ജൂൺ 20-ന് ആഗോള റിലീസായി എത്തുന്ന ചിത്രം കേരളത്തിലെത്തിക്കുന്നത് ദുൽഖർ സൽമാന്റെ വെഫറർ ഫിലിംസ് ആണ്.